ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി കോടതിയിൽ നിന്ന് വന്ന ആ ഒരു കത്ത് വായിക്കുകയാണ്. കാരണം വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അനുമോൾ അവിടെ എത്തണമെന്നുള്ള നോട്ടീസാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഗോമതിക്ക് നല്ല വിഷമാവും, പേടിയൊക്കെ ആവുകയാണ് അനുമോൾ എങ്ങനെ കോടതിയിലേക്ക് പറഞ്ഞേക്കാന്ന്. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട അമ്മ, ധൈര്യമായിട്ടിരിക്കുക, ഇതൊരു നോട്ടീസ് മാത്രമാണ്. അനുമോൾ അവിടെ ചെല്ലുക, കാര്യം പറയാത്രേ ഉള്ളൂ. അപ്പോൾ ഗോമതി ഓടിപ്പോയി നമ്മുടെ ബാലനെ അറിയിക്കാനായിട്ട് പോവാട്ടോ. അനുമോൾക്ക് മീനാക്ഷി ധൈര്യം കൊടുക്കുകയും ചെയ്യാണ്. പക്ഷേ കൃഷ്ണമംഗലത്താണെങ്കിൽ തകർന്നു പോയ നമ്മുടെ അച്യുതൻ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ രാജശ്രീ ചെന്നിട്ട് ചോദിക്കുകയാണ്, നാളെ അല്ലേ അച്ചുവേട്ടാ വിചാരണ തുടങ്ങുന്നത്? അതെ, നാളെ തന്നെയാണ്. അലോകിന് എതിരായിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവനെ ജയിലിലടക്കില്ലേ? എനിക്ക് പേടിയാവണുണ്ട്. എനിക്കും പേടിയാവണം രാജശ്രീ. എന്നാൽ പക്ഷേ ഞങ്ങളെ ഏർപ്പെടുത്തിയ വക്കീൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 ചോദ്യം ചോദിക്കും അനുമോളോട്. അതിൽ 5 എത്തില്ല, അതിന് മുമ്പേ അവൾ പതറും എന്നാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തെളിവ് ഇവൾ കൊടുക്കുന്ന മൊഴിയിലൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരിത് കിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും ഉറപ്പാണ് നമ്മുടെ അലോക് തിരിച്ചു വരും എന്നുള്ളത്. ഉറപ്പാണോ? ഉറപ്പാണ്. നീ സമാധാനമായിട്ട് ഇരിക്കുക. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആണിക്കല്ലെന്ന് പറയുന്നത് അനുമോളുടെ കയ്യിലായിരിക്കുന്നത്. അവൾ പറയുമ്പോൾ ഇരിക്കും. പക്ഷേ ബാലൻ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ അനുമോൾക്ക് നല്ല ധൈര്യം കൊടുക്കും. കോടതിയിൽ സത്യമായിട്ട് പറയാനേ പറയുള്ളൂ. നമ്മുടെ അലോകനെ രക്ഷിക്കാൻ വേണ്ടി അവനൊരു വാക്ക് പോലും പറയില്ല, അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കില്ല. അതുകൊണ്ടുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും വക്കീലിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും അലോക് ഇറങ്ങി വരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് രാജശ്രീ, പേടിക്കാതെ. അച്ചേട്ടാ, അലോക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അവൻ്റെ വിവാഹം നടത്തണം, നല്ലൊരു ആലോചന നോക്കിയിട്ട്. കാരണം ഇപ്പോൾ അവൻ ആകെ തകർന്നു പോയിട്ടുണ്ടാവും. വന്നു കഴിഞ്ഞാൽ ഒരു വിവാഹമൊക്കെ നടത്തിയാൽ അവൻ്റെ മനസ്സൊന്ന് മാറും. ഇപ്പോഴത്തെ ആ ഒരു മാനസിക വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അത് ഞാനും ആലോചിച്ചിരുന്നു രാജശ്രീ. എത്രയും വേഗം അവൻ പുറത്തിറങ്ങട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നവർ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അവന് അച്യുതൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും രാജശ്രീ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എൻ്റെ മോനെ തിരിച്ച് വരണേ, അവൻ്റെ മേലൊരു കുറ്റവും ചാർത്ത ഇടവരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. ഇവിടെ ദേവമംഗലത്താണെങ്കിലേ നമ്മുടെ ഗോമതിക്ക് ഭയങ്കര പേടി. കോടതി അവിടെ ചെന്ന് വാദിക്കുക, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടി. അനുമോൾ എങ്ങനെ വിടുമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാലൻ പറയാനുണ്ട്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അനുമോളെ, നിനക്ക് പേടിയില്ലല്ലോ, അച്ഛൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഒന്നും പേടിക്കണ്ട മോളെ. നിന്നോട് എന്താണ് അലോക് ചെയ്തത്? നീ കൊടുത്ത മൊഴി അത് അവിടെ ഒന്നും കൂടെ ചോദിക്കും, ഇത് കറക്റ്റാണോ ശരിയാണോ എന്ന്. അത് കൃത്യമായിട്ട് പറയാം. നീ അത് വായിച്ച് നോക്കുമ്പോൾ നീ കൊടുത്തതല്ലാതെ വേറെ എന്തെങ്കിലും അതിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പം നീ അവിടെ നിന്ന് നിരസിക്കണമെന്ന് പറയാം. അപ്പോൾ ഗോമതി പറഞ്ഞു, അയ്യോ അതെങ്ങനെ കോടതിയിൽ നിന്നും കൊണ്ട് നിരസിക്കുന്ന? ഇവളൊന്നും പറയണ്ട. അല്ലെങ്കിൽ തന്നെ അവിടെ ജഡ്ജിയൊക്കെ ഇരിക്കുമ്പോൾ അവരെ മുമ്പിൽ വെച്ച് ഈ ചോദ്യം ചെയ്യണവർ മറുപടി പറഞ്ഞാൽ പ്രശ്നമാവില്ലേ? അവളെ മേൽ പ്രശ്നമാവും. അതുകൊണ്ട് അനുമോളെ നീ ഒന്നും മിണ്ടല്ലേ, മിണ്ടാതെ നിൽക്കണേ എന്നൊക്കെ നമ്മൾ ഗോമതി പേടിക്കണം കേട്ടോ. മീനാക്ഷിയും പറയണം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോടതി എന്താ നമ്മളെ പിടിച്ച് തിന്നാനുള്ളതാണോ? സാധാരണക്കാർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സ്ഥലമാണ്, അല്ലാതെ ഒന്നുമല്ല എന്ന് പറയാം. അപ്പം ആര്യനും ആനന്ദമൊക്കെ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ മൊഴി നീ കൊടുത്തതല്ലാതെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അനാവശ്യമായിട്ട് ചോദിക്കുകയോ ചെയ്താൽ നിനക്ക് നിരസിക്കാം. നീ പറഞ്ഞതല്ലാന്ന് നീ അപ്പം തന്നെ പറയണം. ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയാം. പിന്നെന്താ, ധൈര്യമായിട്ടിരിക്കുക. അലോകിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് കുറച്ചുകൂടെ ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ബാലൻ എണീറ്റ് വന്ന് മോളുടെ അടുത്ത് വന്നിട്ട് പറയാം, മോളെ ഇതൊരു പരീക്ഷണമാണ്. ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ പരീക്ഷണങ്ങളുണ്ടാകും. ഇപ്പം മോളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമാണിത്. ഇത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതിന് നല്ല ആത്മവിശ്വാസവും ധൈര്യവും വേണം. അതിന് നിൻ്റെ കൂടെ ഞങ്ങൾ ഏട്ടന്മാർ, നിൻ്റെ അച്ഛനുണ്ടടി പുറകിൽ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ ധൈര്യമായിട്ട് സത്യസന്ധമായിട്ട് പേടിക്കാതെ വിറയ്ക്കാതെ നീ അവിടെ നിന്ന് പറയണം. അലോകിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഇനി നിന്നോടല്ല ഒരു പെണ്ണിനോടും അവനിത് കാണിക്കരുത്, മനസ്സിലായോ മോള് എന്ന് പറഞ്ഞ് അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ തന്നെ നമ്മുടെ അനുമോൾക്ക് അച്ഛൻ്റെ ഒരു ആത്മവിശ്വാസവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ധൈര്യത്തിൽ അനുമോൾ ഇരിക്കണം. അപ്പോൾ കോടതിയിലേക്ക് ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗോമതി. വേണ്ട, ആരും വേണ്ട, ഞാനും മോളും മതി എന്നാണ് ബാലൻ പറയുന്നത്. അത് പറ്റത്തില്ല, അവിടെ അമ്മയായി ഞാനും കൂടെ വരും, വന്ന് തന്നെ ആവുമെന്ന് ഗോമതിയും വാശി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പം നമ്മുടെ അനന്തനും നന്ദിതയും കൂടെ ഇരുന്ന് ആകെ പറയണ, നാളെ എന്തായാലും വിചാരണ നടക്കുമ്പോൾ നമ്മുടെ അനുമോൾ കൊടുക്കുന്ന മൊഴിയിലാണല്ലോ അലോകിൻ്റെ ജീവിതം ഇനി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താവോ എന്തോന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നന്ദിത പറയാനുണ്ട്, അനന്തേട്ടാ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ഈ അലോകിനെ ജയിലിനകത്ത് അടയ്ക്കണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. പാവ അനുശ്രീ, അവളെ എന്തുമാത്രം അവൻ ദ്രോഹിച്ചു. ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ അവൻ ചെയ്തത്? ദുഷ്ടൻ,
കുറച്ച് പഠിക്കട്ടെ, അകത്ത് കിടക്കട്ടെ എന്നാ, വല്ല ജീവപര്യന്തം കൊടുത്ത് കിടത്തണം എന്നാ നന്ദിത പറയുമ്പോൾ അനന്തം പറയാ, നന്ദിതേ നീ അങ്ങനെയൊന്നും പറയരുത്. അങ്ങക്ക് അങ്ങനെയൊക്കെ ആയിപ്പോയാലേ നമ്മുടെ കുടുംബം തകരും. അച്യുതൻ അടങ്ങിയിരിക്കുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അച്യുതൻ പക കൂടും. ബാലനോട് മാത്രമാണ് പക ഇപ്പോൾ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ അനുമോളോടും പിന്നെ ആര്യനോടും ഒക്കെ പക കൂടും. എനിക്ക് നല്ല പേടിയുള്ളത് അവൻ ആരും അറിയാണ്ട് ആര്യനെ അപായപ്പെടുത്താൻ തന്നെ ശ്രമിക്കുമെന്നാ. ഇപ്പം തന്നെ പറയുന്ന കേട്ടില്ലേ മിത്രേനെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിൽ അവന് ജയിലിലാവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ഇങ്ങനെ അനന്തം പറയാട്ടോ. അപ്പം നന്ദിത പറഞ്ഞിട്ട് നമുക്ക് എത്രയും വേഗം ഇത്രയെ തിരിച്ചു കൊണ്ടുവരാം, ആര്യനെയും തിരിച്ച് വിളിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ആര്യനെയും ഇത്രയൊക്കെ നമുക്ക് തിരിച്ച് വിളിക്കണമെങ്കിൽ ഈ അലോക് ഇപ്പം ജയിലിലായാൽ അതൊരു വലിയ പകയായി മാറൂലേ? അച്യുതൻ ഏതെങ്കിലും ഒരു കാലത്ത് സമ്മതിക്കുമോ? പ്രശ്നങ്ങൾ കൂടത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ, നമുക്ക് നോക്കാം നാളത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആര്യനെ തിരിച്ച് വിളിക്കുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്യാം എന്ന് പറയാട്ടോ. അപ്പം കടയിൽ ഗോമതി സ്റ്റോറിലൊരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഇന്ന് ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, ആരൊക്കെ പൈസ എടുത്തു എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആനന്ദാണെങ്കിൽ ആ ഫോണിലെല്ലാം കിട്ടുന്നുണ്ടല്ലോ ക്യാമറ വഴി. അപ്പം അതിൽ നമ്മുടെ ഉദയഭാനു ഇന്ന് വന്നിട്ടുണ്ട്. ഉദയഭാനു പതിയെ എണീറ്റു, ക്യാഷ് ഡ്രോ തുറക്കുന്നുണ്ട്, ഒക്കെ ചെയ്യാണ്. അപ്പം തൊട്ടപ്പുറത്ത് നമ്മുടെ ദേവി ഇരുന്നു ഇത് തന്നെയാണ് ആലോചിക്കണേ, അച്ഛൻ എന്തിനാവും ക്യാഷിൻ്റെ ഡ്രോ തുറന്നത്, പൈസ എടുക്കാനാവോ, എനിക്കങ്ങനെ തോന്നിയതാണോ എന്ന് ദേവിയും ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ആനന്ദ് ഇത് കാണുന്നുണ്ട്. ഉദയഭാനു എണീറ്റ് ഡ്രോ തുറക്കുന്നു, പിന്നെ അടയ്ക്കുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവി വിളിക്കുകയാണ്, ആനന്ദേട്ടാന്ന്. എന്താ നീ വിളിച്ചത്? ആനന്ദേട്ടാ, നാളെയല്ലേ വിചാരണ തുടങ്ങുന്നത്, നമ്മുടെ അനുമോളുടെ ഭാഗമായിരിക്കും ജയിക്കുമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശിക്ഷ കിട്ടുമായിരിക്കുമല്ലേ അലോകിന്? പിന്നല്ലാതെ നമ്മൾ തന്നെ ജയിക്കും. ആരൊക്കെ ഇനി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ തന്നെ ജയിക്കുമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ദേവിക്കൊരു സംശയം. ദേവി ചോദിക്കുകയാണ്, ആനന്ദേട്ടൻ എന്തിനാ ഈ നമ്മൾ ജയിക്കുന്നു, അപ്പം ഞാനിതിൽ ഉൾപ്പെടുന്നതല്ലേ, എന്നെ പൂർണ്ണമായിട്ടും അകറ്റുകയാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനിങ്ങനെ പറയുമ്പോൾ ഞങ്ങളെന്ന് മാത്രമായിട്ട് പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. നിനക്കങ്ങനെ തോന്നിയോ? അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ദേവി ഞാൻ പറഞ്ഞത്. അല്ല, ആനന്ദേട്ടനെ നേരത്തെ എന്നോട് ഒത്തിരി ദേഷ്യപ്പെടുമായിരുന്നല്ലോ, ഇപ്പോൾ പെട്ടെന്ന് സ്വഭാവം മാറി എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നില്ലേ? എന്തെങ്കിലും മനസ്സിൽ സങ്കടമുണ്ടോ? അത് മറച്ചു വെച്ചിട്ടാണോ എന്നോട് ഈ സ്നേഹം കാണിക്കുന്നത്? സാരമില്ല, ആനന്ദേട്ടനൊരു കാര്യം ചെയ്യും, എത്ര ദേഷ്യം വന്നാലും എന്നോട് പൊട്ടിത്തെറിച്ചോ, ദേഷ്യപ്പെട്ടോ, ഞാനിതെല്ലാം കേട്ടോളാം, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് ദേവി പറയുമ്പോൾ ആനന്ദ് മനസ്സിലാലോചിക്കുക, ഹെടി ദുഷ്ടേ, നിൻ്റെ അഭിനയം കൊള്ളാമല്ലോ, അവൾ അഭിനയിച്ച് തകർക്കുവാണ്, കാണിച്ചു തരാം. നിൻ്റെ വിചാരം എന്താണ്? ഞാൻ നിന്നോട് സ്നേഹം കാണിക്കുകയാണെന്നല്ലേ? എല്ലാം തീരാൻ കിടക്കുന്നതേ ഉള്ളടി, സമയമായിക്കോട്ടെ. അവളുടെ ഈ അഭിനയം എല്ലാം ഇതിനു മുമ്പ് ഇതുപോലെ ഓരോ ചക്കര വാക്കും മധുരിക്കുന്ന സംസാരങ്ങളും ഒക്കെ പറഞ്ഞാണ് ഇവളെ എന്നെ വീഴ്ത്തിയത്. അന്നായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം വിശ്വസിക്കുമായിരുന്നു. ഇനി ഇവളെ വിശ്വസിക്കുമോ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. മനസ്സിൽ നിന്ന് ഞാൻ പറിച്ചു കളഞ്ഞവളാ എന്നിങ്ങനെ ആനന്ദും അവിടെ ഇരുന്ന് ദേഷ്യപ്പെട്ടിട്ട് മനസ്സിലിരുന്ന് ദേഷ്യപ്പെടുക. എന്നിട്ട് ദേവിയോട് സ്നേഹം കാണിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റൊക്കെ പറയാം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ബാലന് അമ്പലത്തിൽ പോവാണ്. നമ്മുടെ അനുമോളോട് തലേദിവസമേ പറഞ്ഞിരുന്നു, ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരും, മോൾ ഇവിടെ ഇറങ്ങി നിൽക്കണമെന്ന്. അങ്ങനെയാണ് ബാലൻ പോകുന്നത് കേട്ടോ. ബാലൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവിടെ നമ്മുടെ ഇന്ദിരാമയും ഉണ്ട്, പുറത്ത് കാത്ത് നിൽക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ പേരക്കുട്ടിയാണല്ലോ അലോക്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ ബാലനോട് വന്ന് പറയണ്ട, ബാല ഇന്ന് വിചാരണയല്ലേ? അതെ, ഞങ്ങൾ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അമ്മേ, അനുമോളെയും കൂട്ടി പോകണം. എനിക്കൊരു കാര്യം പറയാനുണ്ട് ബാല. അതാ കാര്യം. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അതല്ല, എനിക്ക് എൻ്റെ ജീവിതം തന്നെ നിനക്കറിയാലോ, ഞാൻ സ്നേഹിച്ച എൻ്റെ മക്കളുടെ പല ജീവിതങ്ങളും നേരെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ പേരക്കുട്ടികളെപ്പോലും എനിക്ക് വളർത്താൻ സാധിച്ചില്ല. എന്നാലും ദൈവമായിട്ട് എനിക്ക് അലോകിനെയും ഇത്രയും എനിക്ക് പേരക്കുട്ടികളായിട്ട് വളർത്താൻ, അവരെ കൊഞ്ചിക്കാനും ഒക്കെ ഒരു ഭാഗ്യം തന്നു. അവരെയാണല്ലോ ഞാൻ വളർത്തിയത്. മിത്രയാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ ദേവമംഗലത്താണ്. പിന്നെ അലോക്, അവനിപ്പോൾ ജയിലിലായി. ദയവ് ചെയ്ത് അവനെ പുറത്തിറക്കണം. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? അനുമോളോട് പറഞ്ഞ് കേസിൽ എന്തെങ്കിലും മൊഴി കൊടുക്കുന്നതിൽ മാറ്റം വരുത്തിയാൽ അവൻ പുറത്തിറങ്ങും. ദയവ് ചെയ്ത് എൻ്റെ പേരക്കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പിന്നെ അവരെ അപേക്ഷിക്കാൻ കേട്ടോ. അപ്പോൾ ബാലനടുത്തേക്ക് ചെന്നിട്ട് പറയാം, അമ്മേ, പണ്ട് മുതലേ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ അമ്മ എന്ന് നിങ്ങളെ വിളിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അലോക് എൻ്റെ മോളോട് ചെയ്തത് എന്തൊക്കെയാണെന്നറിയോ? എൻ്റെ മോള് അവൾ ചിരിച്ചും കളിച്ചും പൊട്ടിച്ചിരിച്ചും ഓടിക്കളിച്ചും നടന്നിരുന്ന വീടാ ദേവമംഗലം. ഇന്ന് അവളൊന്നും സംസാരിക്കുന്ന പോലുമില്ല, മിണ്ടുന്നില്ല, ആഹാരം നേരിച്ചവ കഴിക്കുന്നില്ല, ഏതു നേരം മിണ്ടാതിരിക്കുന്നു. അവളുടെ മുഖം നോക്കിയിട്ട് ഞാൻ എങ്ങനെയായി ഇത് പറയാമേ? അവൾ എൻ്റെ മോളല്ലേ?
നിങ്ങൾക്ക് നിങ്ങളുടെ പേരക്കുട്ടിയാണ് വലുതല്ലേ, പക്ഷേ എൻ്റെ മോളോട് അവൻ ചെയ്തതോ, എൻ്റെ മോളുടെ സന്തോഷം എല്ലാം തല്ലിക്കെടുത്തി, അവളുടെ ഭാവി ഒക്കെ നശിപ്പിച്ചു. അവൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത് ഞാനല്ലേ, അവളുടെ അച്ഛനാ ഞാൻ. എനിക്ക് ഒരിക്കലും ഇത് മാറ്റി പറയാൻ അവളോട് പറയാൻ കഴിയില്ല. ഞാനത് സമ്മതിക്കത്തില്ലമ്മേ. ഞാൻ എന്തായാലും അനുമോളെയും കൂട്ടി കോടതിയിൽ പോവും. അവന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. ഇതൊരു അച്ഛൻ്റെ കടമയാണ്. ഇതിലപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല അമ്മേ എന്നും പറഞ്ഞിട്ട് അവരുടെ അപേക്ഷയെല്ലാം നിരസിച്ചിട്ട് അപ്പോഴേക്കും തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ മണിയടിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും നിന്ന് തൊഴാണ്. ബാലൻ പോയി കഴിയുമ്പോൾ വീണ്ടും അമ്മ ഒന്നും കൂടി തിരിഞ്ഞ് അമ്പലത്തിലേക്ക് നോക്കി അലോകിന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ എപ്പിസോഡ്. അതിനിടയ്ക്ക് ഇവർ പറയുന്നുണ്ട് ബാലനോട്, ഞാനും ഒരു അമ്മയാണ്, എനിക്കും പെൺമക്കളുണ്ട്, ഒക്കെ ശരിയാണ്. എൻ്റെ മക്കളോട് ഇപ്പോൾ വേറെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ലായിരുന്നു, എൻ്റെ പേരക്കുട്ടി ആയതുകൊണ്ടാണ് പറയുന്നത് എന്നിങ്ങനെ അമ്മ പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട് കേട്ടോ, ഇതിപ്പോൾ എൻ്റെ സ്ഥാനത്ത് എൻ്റെ മോനാണ് ചെയ്തെങ്കിൽ പോലും ഞാൻ ഈ ശിക്ഷ വാങ്ങി കൊടുക്കും അമ്മേന്ന്. അങ്ങനെയും കൂടെ പറഞ്ഞിട്ടാണ് ബാലൻ പോകുന്നത്. അപ്പോൾ അലോകിന് വേണ്ടി അവരവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്